ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 20-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1199 മിഥുനമാസം 6-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 30-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:38 നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി വ്യാഴാഴ്ച രാവിലെ 7:55 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം ചതുർദശി തിഥിയാണ് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപരം തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി വ്യാഴാഴ്ച രാവിലെ 7:55 വരെ ഉണ്ട്. അതിനുശേഷം ചതുർദശി തിഥിയാണ് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ്. അനിഴ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച വൈകുന്നേരം 5:23 അനിഴ നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:10 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനിഴ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച വൈകുന്നേരം 5:23 അനിഴ നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:10 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനിഴ നക്ഷത്രം വൃശ്ചിക കൂറിൽപ്പെട്ട അല്ലെങ്കിൽ വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ്. നക്ഷത്രത്തിൻ്റെ മൃഗം മാനാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം ഇലഞ്ഞിയാണ്. ശനിദശയിലാണ് അനിഴ നക്ഷത്ര ജാതകരുടെ ജനനം. അതായത് അനിഴ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യ ദശാകാലം എന്ന് പറയുന്നത് ശനി ദശാകാലമാണ്. ശനി ദശാകാലത്തൂടെയാണ് ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിത പുരോഗതി നേടുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർ സ്വന്തമായി പ്രയത്നിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ ജീവിതത്തിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നിർബന്ധ ബുദ്ധികളാണ് അവർ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതും ഒക്കെ അവർ നേടിയെടുക്കുവാൻ നിർബന്ധ ബുദ്ധിയുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. തന്മൂലം അവർക്ക് മനസ്വസ്ഥത കുറവുണ്ട്. കാരണം അവർ ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി അവർ ആവോളം പരിശ്രമിക്കും. അത് വിജയത്തിലെത്തിച്ചേരുന്നത് വരെ അവർക്ക് മനസ്വസ്ഥത കുറവായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ലാഭമോഹികളാണ്. ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും അവിടെ ഇവർക്ക് ലാഭം കിട്ടുമോ, ഇവർക്ക് നേട്ടമുണ്ടോ എന്ന് ആലോചിച്ച് ചിന്തിച്ച് ഇടപെടുന്നവരാണ് അനിഴ നക്ഷത്ര ജാതകരെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷം ഇങ്ങനെ പറയുന്നത്, അവർ ലാഭമോഹികളാണ്. എന്നാൽ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരുമാണ്. അതുപോലെ തന്നെ അവർ ക്രാന്തദർശികളാണ്. ഏതൊരു കാര്യത്തെയും കുറിച്ച് മുന്നമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പെരുമാറുന്നവരാണ്. അവർക്ക് ലാഭമുണ്ടെങ്കിൽ അവർ അതിനകത്ത് നല്ല നിലയിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവർ അവിടെ ഇടപെടും. അതിൽ കൂടി അവർക്ക് വിജയം നേടുവാൻ സാധിക്കുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് അവർ ഇടപെടുന്നത്. അങ്ങനെ ജീവിത വിജയം അല്ലെങ്കിൽ ആ കാര്യത്തിൽ വിജയം നേടും. അങ്ങനെ ഉന്നതമായ നിലയിലെത്തും. അനിഴ നക്ഷത്ര ജാതകർ ഈശ്വരഭക്തിയിൽ മുൻപന്തിയിലാണ്. ഈശ്വരഭക്തി ഉള്ളവരാണ്, ദൈവഭക്തി ഉള്ളവരാണ്. അതുപോലെ തന്നെ കലാപരമായ കഴിവുകൾ ഇവർക്ക് വളരെയേറെ ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. കലാപരമായ കഴിവുകൾ ഇവർ പ്രകടിപ്പിക്കുന്നവരാണ്. കലാകാരന്മാരും കലാകാരികളുമായി ഇവർ അറിയപ്പെടുന്നവരാണ്, ശോഭിക്കുന്നവരാണെന്നൊക്കെയാണ് ജ്യോതിഷം അനിഴ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അനിഴ നക്ഷത്ര ജാതകർ അവരുടെ വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനിഴ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്നു. അനിഴ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് സൽസ്വഭാവികളാണ്, സ്വഭാവശുദ്ധിയുള്ളവരാണ്, പ്രസന്നമായ മുഖഭാവമുള്ളവരാണ്, കലാപരമായ കഴിവുകളുള്ളവരാണ്, കുടുംബജീവിതം വിജയം അനുഭവത്തിൽ വരുന്നവരാണ്, വലിയ അഹങ്കാരമോ ആഡംബര ഭ്രമമോ ഒന്നുമില്ലാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവരാണ് അനിഴ നക്ഷത്ര സ്ത്രീകളെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. മൂലം, ഉത്രാടം, തിരുവാതിര, അവിട്ടം, പുണർദം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും അനിഴ നക്ഷത്ര ജാതകർ ഒഴിവാക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ
ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അനിഴ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ശനി ദശാകാലമാണ്. ശനി എന്ന് പറഞ്ഞാൽ ശനീശ്വരനാണ്. അപ്പോൾ ഇവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇവർ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഇവർക്ക് ജന്മനാ വന്നു ചേരുന്നു. അങ്ങനെ ഈശ്വരഭക്തി ഉള്ളവരായി, ദൈവാധീനമുള്ളവരായി ആണ് ഇവർ വളർന്നു വരുന്നത്. ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ബുധദശാകാലമാണ്. ശനി ദശാകാലം 19 വർഷമാണ്. ഒരു 15 വർഷം അനിഴ നക്ഷത്രത്തിൽ ജനിച്ച ഒരു ജാതകനുണ്ടെങ്കിൽ 15 വയസ്സ് വരെ ശനി ദശാകാലമാണെങ്കിൽ പിന്നീടുള്ള 17 വർഷവും ബുധദശാകാലമാണ്. ബുധദശാകാലം എന്ന് പറഞ്ഞാൽ സരസ്വതീ ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു സമയമാണ് ആ ദശാകാലം. അപ്പോൾ ഇവർ കലാപരമായ മേഖലകളിലൊക്കെ ശോഭിക്കും. ജന്മനാ കലാപരമായ കഴിവുകൾ അവർക്ക് സിദ്ധിയായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലത്ത് ഇവർ കലാകാരന്മാർ അല്ലെ കലാകാരികൾ എന്ന നിലയിൽ ഇവർ ശോഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ 32 വയസ്സിനുള്ളിൽ അവരുടെ ജീവിതത്തിലൊരു വലിയ നേട്ടം സംഭവിക്കുന്ന ഒരു സമയമാണ്. കലാകാരനായിട്ട് അറിയപ്പെടും, കലാകാരിയായിട്ട് അറിയപ്പെടും, വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഉന്നതമായ നിലയിൽ എത്തിച്ചേരും, നല്ല ഡോക്ടറാകും, നല്ല എൻജിനീയറാകും, അങ്ങനെ പ്രൊഫഷണലുകളൊക്കെ ആയി മാറും. അങ്ങനെ അനിഴ നക്ഷത്ര ജാതകർ ഉന്നതമായ നിലയിൽ എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ ബുധദശാകാലം. ബുധദശാകാലം അനുകൂലമല്ലാത്തവർ മാത്രമാണ് അങ്ങനെ ഒരു പ്രൊഫഷണലായി മാറാത്തത്, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗത്തിലൊക്കെ എത്തിച്ചേരാത്തത്. ഈശ്വരഭക്തി ഉള്ളവർ ആ വഴിയെ അവരുടെ ജീവിതം കൊണ്ടുപോകും. അമിതമായ ഈശ്വരഭക്തി ഉള്ളവരാണെങ്കിൽ, ദൈവാധീനം ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആത്മീയമായ കാര്യങ്ങളിൽ കൂടി ജീവിതത്തിൽ മുന്നേറും എന്നുള്ളതാണ് ജ്യോതിഷം പറഞ്ഞു തരുന്ന കാര്യം. അങ്ങനെ 32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 15, 17, 32 കഴിഞ്ഞാൽ പിന്നെ കേതുവിൻ്റെ ദശാകാലം 7 വർഷം, 39 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ 20 വർഷമാണ് ശുക്രൻ്റെ ദശാകാലം 59 വയസ്സ് വരെ. 59 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. സമ്മിശ്രമായ ഗുണാനുഭവങ്ങളിൽ കൂടി ഇവരുടെ ജീവിതം കടന്നു പോകും. ഈ സമയം ഇവർക്ക് ദോഷമായി ഒന്നും ബാധിക്കത്തില്ല. അനിഴ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചിലർക്ക് നേട്ടമാണ്, ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കലഹത്തിനോ ഒക്കെ സാധ്യതയുള്ള സമയമാണ് ഈ ശുക്രദശാകാലം. അത് ചൊവ്വയും ശുക്രനും ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ്. അതായത് ഇവരുടെ വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയും ശുക്രനും ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ഇവരുടെ ഈ ദശാകാലം, ശുക്രദശാകാലം, ശോഭനമാകുന്നതും അല്ലാത്തതും. ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ കലഹമോ കല്ലുകടിയോ ഒന്നും ഇല്ലാതെ പോകും. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും അതുപോലെ ജീവിതത്തിൽ പരാജയങ്ങളും, ഒരുപാട് പരാജയങ്ങളും ഒക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. ചിലർക്ക് നേട്ടമായിരിക്കും, അല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ജീവിതം തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ 59 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 6 വർഷം സൂര്യദശാകാലമാണ് 65, പിന്നെ 10 വർഷം ചന്ദ്രദശാകാലം 75, 7 വർഷം കുജദശാകാലം 82, 82 കഴിഞ്ഞാൽ 18 വർഷം അവർക്ക് രാഹുദശാകാലം, അങ്ങനെ 100ആയി. പിന്നെ 16 വർഷം വ്യാഴദശാകാലം 116. അപ്പോൾ ഇങ്ങനെ പോകുന്നു അവരുടെ ജീവിതത്തിലെ ദശാകാല കണക്ക്. അപ്പോൾ ഇത് പ്രിയപ്പെട്ടവർക്ക്, ഗ്രഹനില കയ്യിലുള്ളവർക്കൊക്കെ ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അനിഴ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഈ ലഘുവായ വിവരണം നൽകിയത്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളത്തെ നക്ഷത്ര ദിവസം അനിഴ നക്ഷത്രം ദിവസമാണ്. അനിഴ നക്ഷത്രം ആരെയൊക്കെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കാം. നാളെ വ്യാഴാഴ്ച ദിവസവുമായി അനിഴ നക്ഷത്രം കൂടിച്ചേരുന്ന ഒരു ദിവസമായതുകൊണ്ട് ആരുടെയൊക്കെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. ചിത്തിര, ഉത്രം, പൂരം, ആയില്യം, പൂരുട്ടാതി, ഉത്രട്ടാതി, വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിത്തിര, ഉത്രം, പൂരം, ആയില്യം, പൂരുട്ടാതി, ഉത്രട്ടാതി, വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ നക്ഷത്ര ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് അശ്വതി, ഭരണി, മകം,
അത്തം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് അശ്വതി, ഭരണി, മകം, അത്തം, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. അത് മുഖേന ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാളത്തെ ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം എന്നുള്ളതാണ് ജ്യോതിഷം ഉറപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനിയും നാളെ വ്യാഴാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. പകൽ സമയത്തെ ശുഭസമയം ഇവിടെ എടുത്തു പറഞ്ഞു തരാൻ പോവുകയാണ്. വ്യാഴാഴ്ച രാവിലെ 6:09 മുതൽ രാവിലെ 9:09 വരെ ശുഭസമയമാണ്. പിന്നീട് 10:39 മുതൽ ഉച്ചകഴിഞ്ഞ് 1:39 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ ശുഭസമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം പറഞ്ഞിരുന്നു. ഇനിയും ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 20 ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നു. അപ്രകാരം 2 ജന്മസംഖ്യ വരുന്നവർക്ക്, അതായത് ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാതെ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അപ്പോൾ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങളായി വന്നു ചേരും. പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും ഒരു നേട്ടമായി സംഖ്യാജ്യോതിഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർക്ക് എന്നും ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും പ്രയോജനമുള്ള കാര്യമാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുപോലെ തന്നെ 2024 ജൂലൈ മാസം 20, 21 തീയതികളിൽ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ രാഹുകേതു ദോഷപരിഹാര പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ പങ്കുചേരുക. 2000 രൂപയാണ് അതിൻ്റെ ചിലവായിട്ട് വാങ്ങിക്കുന്നത്. അവിടെ പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പൂജ ചെയ്തതിന് ശേഷമാണ് ഈ പൂജയിൽ പങ്കുചേരുന്നവരുടെ പേര്, നക്ഷത്രം, വീട്ടുപേര്, അവരുടെ തൊഴിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് വേണ്ടി പൂജ ചെയ്തതിന് ശേഷം പരിസമാപ്തിയായിട്ടാണ് ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ശ്രീകാളഹസ്തീശ്വരൻ്റെയും ശ്രീജ്ഞാനപ്രസൂനാംബിക ദേവിയുടെയും മുമ്പാകെ അവിടെ പോയി പൂജ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥ, രോഗാവസ്ഥ, ധനം തികയാത്ത അവസ്ഥ, അങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ കൂടി കഴിയുന്നവർ രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്താൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുകയും അപ്രകാരം ചെയ്യുന്നതും എല്ലാവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാഭ്യാസത്തിൽ താല്പര്യമില്ലാതെ മുമ്പോട്ട് പോകുന്ന കുട്ടികൾ, പഠിക്കുവാനുള്ള കഴിവില്ല, പാഠപുസ്തകം എടുക്കുമ്പോൾ അവർക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി രാഹുകേതു പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഇത് പ്രിയപ്പെട്ടവരൊക്കെ നേരിട്ട് പോയി ചെയ്യേണ്ട ഒരു പൂജയാണ്. നേരിട്ട് പോയി ചെന്ന് ചെയ്ത് സാമ്പത്തികം മുടക്കി അതിനുള്ള സാഹചര്യങ്ങളും ഇല്ലാത്തവർ എന്നെ സമീപിച്ചാൽ പൈസ 2000 രൂപ അയച്ചു തന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പൂജ ചെയ്തതിന് ശേഷം പരിസമാപ്തിയായിട്ട് അവിടെ പോയി ക്ഷേത്രത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രത്യേക പൂജ ചെയ്യും. അവിടെ സാധാരണ ആൾക്കാർ പോയി ചെയ്യുന്നത് പോലെയുള്ള പൂജയല്ല. അവിടെ ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്യണം. അത് നമ്മളൊരു പ്രാവശ്യം ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഒന്നാമത്തെ ഭാഷയുടെ പ്രശ്നമുണ്ട്. പിന്നെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ഒരു ഭക്തിയോടുകൂടി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. ചിലരൊക്കെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തൊട്ട് മുമ്പിലിരിക്കുന്നവരോ സൈഡിലിരിക്കുന്നവരോ കാണിക്കുന്നത് കണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് എത്രമാത്രം അത് പൂജ വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ പൂജയുടെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ പോയി പൂജ ചെയ്യണം. എല്ലാവരും അവരോട് തന്നെയാണ് ചെയ്യേണ്ടത്. എങ്കിലും കേരളത്തിൽ നിന്നുള്ളവരൊക്കെ പോകുമ്പോൾ ഭാഷയുടെ പ്രശ്നം കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത് മനസ്സിലാകാതെ പോകും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ 2000 രൂപ അയച്ചു തന്നാൽ അവർക്ക് വേണ്ടി അവിടെ പൂജ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം എൻ്റേതായ പൂജ ചെയ്തതിന് ശേഷമാണ്
അവർക്ക് വേണ്ടി പൂജ അവിടെ പോയി ചെയ്യുന്നത്. താല്പര്യമുള്ളവർ സഹകരിക്കാം. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം മേടക്കൂർ. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അവരുടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ നല്ലതുപോലെ ലഭിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ധനനേട്ടം, സാഹിത്യകാരന്മാരും ഗ്രന്ഥകാരന്മാരും ഒക്കെ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. തൊഴിൽ ഗുണമുണ്ട്. അവരുടെ പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ മാതാവ് മുഖേന ഉള്ള അനുഭവങ്ങൾ അവർക്ക് തിക്താനുഭവമായി മാറാനും സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ സംബന്ധമായുള്ള നേട്ടമുണ്ട്. എന്നാൽ ചിലർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള കഷ്ടതകളോ പ്രയാസങ്ങളോ വന്നു ചേരാനും ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ധനപരമായ നേട്ടം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർക്ക് ശാരീരികവും മാനസികവുമായ ഒരു ഉന്മേഷം ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ, അങ്ങനെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം അവരെ തേടി വരാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളും അവർക്ക് വന്നു ചേരാം. പുതിയ ആഭരണം വാങ്ങിക്കാനൊക്കെ സാധിച്ചെന്നവരും ആൺമക്കളെ കൊണ്ടുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കും, പ്രശസ്തി ഉണ്ടായെന്നിരിക്കും. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ, 2 പാദം നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ, 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല. സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഭർതൃഭാഗ്യവും സൽസന്താന ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ആൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ സ്ത്രീകൾക്ക് വന്നു ചേരാം. അതുപോലെ തന്നെ ഭർത്താവ് മുഖേനയുള്ള ഭർതൃഭാഗ്യം, ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. രോഗം, ദുഃഖം, പ്രയാസമൊക്കെ അവരെ അലട്ടുവാനും സാധ്യതയുണ്ട്. നിരാശ അനുഭവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞു. പ്രത്യേകിച്ച് മാതാവിന് രോഗമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിനെ കൊണ്ട് വലിയ കാര്യമായ ഗുണമൊന്നും ഉണ്ടാകുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനപരമായ നേട്ടം, ധനത്തിൻ്റെ വരവ് കൂടുതലായിട്ടും ഉണ്ടാകുന്നൊരു ദിവസമാണെങ്കിലും ഈ ധനം നഷ്ടപ്പെട്ടു പോകാനും അത് മുഖേന കുടുംബത്തിൽ സ്വസ്ഥക്കുറവിനും സാധ്യതയുള്ള ദിവസമാണ്. വന്നു ചേരുന്ന ധനം ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കും. ബന്ധുമിത്രാദികൾ നിസ്സംഗതാ മനോഭാവത്തോടുകൂടി പെരുമാറും. അത് മുഖേന കുടുംബത്തിൽ സ്വസ്ഥക്കുറവും സമാധാനക്കുറവും ഉണ്ടാകും. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടാകുന്നൊരു ദിവസമല്ലെങ്കിലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. വന്നു ചേരുന്ന ധനം അത് ദുർവിനിയോഗപ്പെട്ടു പോകാനാണ് കൂടുതലും സാധ്യത. പുത്രന്മാർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിത സുഖക്കുറവും കുടുംബത്തിലെ സ്വസ്ഥക്കുറവും ധനപരമായ നഷ്ടവുമൊക്കെ ഇവരെ കാര്യമായി സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അത് മുഖേന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ചോളം ഈശ്വരചിന്തയോടുകൂടി ദൈവത്തെ ഓർത്ത് പല കാര്യങ്ങളും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അവർ പുതിയൊരു ഗ്രഹത്തെക്കുറിച്ച്, ഒരു വീടിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിലിൽ നീതി കാണിക്കുവാൻ, നീതി പുലർത്തുവാൻ താല്പര്യം കാണിക്കുന്നൊരു ദിവസമാണ്. വളരെ മര്യാദയോടുകൂടി പെരുമാറുന്നൊരു ദിവസമാണ്. അവരുടെ സ്വന്തക്കാരുടെ ഇടയ്ക്ക് അറിയപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സ്വന്തക്കാരുടെ മധ്യേ
ഇവർ അറിയപ്പെടുന്നവരായി തീരുവാനും അവരാൽ ബഹുമാനിക്കപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ്. ഈശ്വരവിശ്വാസം വർദ്ധിക്കുമ്പോൾ നാളത്തെ ദിവസം ഈശ്വരവിശ്വാസം വർദ്ധിക്കുമ്പോൾ അവർക്ക് നല്ല മനോഭാവത്തോടുകൂടി പെരുമാറുവാനും നല്ലത് ചിന്തിപ്പാനും നല്ലത് സംസാരിപ്പാനും നല്ലത് പ്രവർത്തിക്കണമെന്നുള്ളൊരു ആശയും ആഗ്രഹവും ആവേശവും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. എങ്കിലും ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒരു നിശ്ചലാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു സമയവും കൂടിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ധനപരമായ നേട്ടമോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതി പൂർണ്ണ തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ അത് തൃപ്തികരമല്ല എന്നുള്ള ഒരു രീതിയിൽ കൂടി കടന്നു പോകുന്നത്. എന്നാൽ ദോഷമാണോ? അല്ല. അതുപോലുള്ളൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചിലരിലൊക്കെ കാര്യമായി ബാധിക്കാനിടയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ തൊഴിൽപരമായുള്ള നേട്ടം അവരുടെ മേഖലയിൽ തൊഴിൽപരമായ നേട്ടം മുഖേന മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിനെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നു. മേലധികാരികൾ മുഖേനയുള്ള ശാസനങ്ങൾക്ക് ഒരുപക്ഷെ സാഹചര്യം വന്നേക്കാം. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. മാതാവ് മുഖേനയുള്ള നല്ല നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏകദേശം അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള പുരുഷ ജാതകരെ സ്ത്രീകൾ ഇഷ്ടപ്പെടുവാൻ താല്പര്യമുള്ളൊരു ദിവസമാണ്. ഒരു പ്രഭുവിനെ പോലെ ഒരുപക്ഷേ നാളത്തെ ദിവസം അവർക്ക് ജീവിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെ കുടുംബസുഖം, തൊഴിൽപരമായ നേട്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട വിശാഖം ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, രോഗം, ദുഃഖം, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യയ്ക്ക് രോഗമോ ഭർത്താവിന് രോഗമോ, വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം, സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങൾ കുറവായിരിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ സന്താനങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു ദിവസം, ധനഹാനി, മനോദുഃഖം, അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ജീവിതത്തിലൊക്കെ നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖാലാനിടം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. സൗഭാഗ്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനധാന്യ നേട്ടം, ധനധാന്യ ലാഭമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം. സൗന്ദര്യം വർദ്ധിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാകും. അവരുടെ ബുദ്ധിശക്തി വർദ്ധിച്ച് പല കാര്യങ്ങളിലും ബുദ്ധിപരമായി പ്രവർത്തിച്ച് വിജയമുണ്ടാകുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം. ചിലർ വിദേശത്തുള്ള ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കും. വിദേശ ജോലി ലഭിക്കും ചിലർക്ക്. അങ്ങനെ വിദേശവാസത്തെക്കുറിച്ച് തീരുമാനിക്കുവാനും വിദേശത്ത് ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുകയും ചിലർക്ക് വിദേശ ജോലി വന്നു ചേരുകയും, അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് അവർക്ക് തൊഴിൽ ഗുണവും അനുകൂലമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അത്ര നല്ല ദിവസമല്ല. നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല. രോഗം, ദുഃഖം, പ്രയാസം, കടങ്ങളൊക്കെ അലട്ടുന്ന ഒരു ദിവസമാണ്. പല വിധത്തിലുള്ള നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാതാവിന് രോഗദുരിതങ്ങൾ വന്ന് മാതാവ് മുഖേനയുള്ള സാമ്പത്തിക നഷ്ടത്തിനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ രോഗം, ദുഃഖം, കടം, പ്രയാസം എന്നിവയൊക്കെ വന്നു ചേരുമെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം. അവർക്ക് തൊഴിൽ ഗുണം കാര്യമായി വന്നു ചേരുന്ന ഒരു സമയമല്ല നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായി പോകുന്നൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ജീവിതം നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന വിധത്തിലായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ സാധാരണ നിലയിലായിരിക്കും. ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും കാര്യമായ നേട്ടമൊന്നും വന്നു ചേരണമെന്നില്ല. തൊഴിൽ ഗുണവും സാധാരണ രീതിയിലായിരിക്കും. ദാമ്പത്യ ജീവിതവും സാധാരണ രീതിയിൽ പോകും. കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ മകരക്കൂറുകാരുടെ ജീവിതത്തിൽ
ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നൊരു പ്രശ്നമാണ്. തൊഴിൽപരമായി വലിയ വീഴ്ചയൊന്നുമില്ലാത്തൊരു ദിവസമാണ്. അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നൊരു സമയമാണ്. എന്നാൽ മകരക്കൂറുകാരെ സംബന്ധിച്ചോളം അവരുടെ 5ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം ധനത്തെ സൂചിപ്പിക്കുന്ന ധനത്തിൻ്റെ കാരകഗ്രഹമാണ് വ്യാഴം. ഈ വ്യാഴം അവരുടെ ത്രികോണ ഭാവത്തിൽ നിന്നിട്ടും മകരക്കൂറുകാരെ സംബന്ധിച്ചോളം വലിയ നേട്ടം വരാത്തത് എന്താണെന്നുള്ളൊരു ചോദ്യം നിലവിലുണ്ട്. അതിനുത്തരമായി പറയട്ടെ, വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ്, രാശിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു കൂറിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. ഇടവക്കൂറിലാണ് നിൽക്കുന്നത്, ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ അത് മകരക്കൂറുകാരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ക്ഷേത്രമാണ് ഈ ഇടവൻ രാശി. അപ്പോൾ അവിടെ 5ാം ഭാവത്തിൽ വ്യാഴം വന്ന് നിൽക്കുമ്പോൾ തൊഴിൽ കൂടി ധനനേട്ടം വന്നു ചേരേണ്ട ഒരു സമയമാണ്. പക്ഷെങ്കിൽ വ്യാഴം അത് ശത്രുവായി കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു മാന്ദ്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ധനം തികയാത്ത അവസ്ഥ വന്നു ചേരുന്നു. വലിയ ധനനേട്ടമൊന്നും വന്നു ചേരുന്നില്ല. അപ്പോൾ ഈ ധനനേട്ടം എപ്പോൾ വന്നു ചേരുമെന്ന് ചോദിച്ചാൽ, വ്യാഴം ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വന്നു നിന്നാൽ ആദ്യത്തെ 6 മാസം വലിയ ഗുണപരമായ ഫലങ്ങളൊന്നും കൊടുക്കത്തില്ല. അതിൻ്റെ 6 മാസം കഴിഞ്ഞുള്ള ആ സ്ഥിതി കൊണ്ടാണ് എന്തെങ്കിലും നേട്ടം വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി പറയുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മെയ് മാസം 1 മുതൽ വ്യാഴം അവരുടെ 5ാം ഭാവത്തിലേക്ക് വന്നു. 5ാം ഭാവം കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഈശ്വര അനുഗ്രഹം വന്നു ചേരേണ്ടതാണ്. കാര്യവിജയം ഉണ്ടാകേണ്ടതാണ്. ആൺമക്കളെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരേണ്ടതാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ ഉദ്ദേശിച്ച പോലുള്ള നേട്ടങ്ങൾ വരാത്തതിൻ്റെ കാരണം ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ, മെയ് മുതൽ 6 മാസം കഴിഞ്ഞ് മാത്രമേ ഈ വ്യാഴം കൊണ്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ. ചില ഗ്രഹങ്ങൾ ദശാകാലത്ത് പറയുന്നത് പോലെ, ചില ഗ്രഹങ്ങൾ ദശാകാലത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദോഷം ചെയ്യും, അവസാന ഭാഗത്ത് ഗുണം ചെയ്യും. ചില ഗ്രഹങ്ങൾ ദശാകാലത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗുണം ചെയ്യും, അവസാന ഭാഗത്ത് ദോഷം ചെയ്യും എന്ന് പറയുന്ന പോലെ വ്യാഴം ഇപ്പോൾ 6 മാസത്തിന് കാര്യമായ ഗുണമൊന്നും ചെയ്യത്തില്ല. 6 മാസം കഴിഞ്ഞ് കാര്യമായ ഗുണം ചെയ്യും. 6 മാസം കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വർഷമാണ് ഒരു രാശി നിൽക്കുന്നത്. 6 മാസം മോശമായ അനുഭവത്തെ കൊടുത്താൽ പിന്നീടുള്ള 6 മാസം ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ കൊടുക്കും. അതിനുശേഷം വ്യാഴം ആ രാശി മാറുകയാണ്. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചതേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പലതരത്തിൽ ധനം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പുതിയ വാഹനമൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുവാൻ, ഇവരുടെ ശത്രുക്കൾക്കൊക്കെ നാശം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എല്ലാവരും ഇവരെ ബഹുമാനിക്കുവാനും അങ്ങനെ ധനവും സമ്പത്തും നല്ല വീടും ഒക്കെ ഉണ്ടാകുവാനുള്ള സാഹചര്യം അവർക്ക് അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെ ധനപരമായ നേട്ടം, അങ്ങനെ ഉള്ള പല കാര്യങ്ങളിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഏത് കാര്യത്തിലും ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകുന്നൊരു ദിവസമല്ല. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് ധനം തികയാത്ത അവസ്ഥ വരും. അലസത, പ്രാപ്തിക്കുറവൊക്കെ തന്മൂലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നിന്നുള്ള വരുമാനം കുറവായിരിക്കുന്നത് കൊണ്ട് നാളത്തെ ദിവസം നല്ല ചിന്താഗതിയും കുറവായിരിക്കും. സ്ഥിര ജോലിയും സ്ഥിര വരുമാനവും ഉള്ളവർക്ക് അത് ബാധകമല്ല, അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നാളത്തെ ദിവസം ചിന്താഗതികളൊക്കെ മോശമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവർക്ക് തൊഴിലിടങ്ങളിൽ നിന്ന് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അത് ഇവർക്ക് ഒരു പക്ഷെങ്കിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളെ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇവർക്ക് നേട്ടമായി വന്നു ചേരുന്നത്. തൊഴിലിടങ്ങളിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങളും മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളും ഇവരെ പിന്തുണയ്ക്കുന്നൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ ഇവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ്. അത് പ്രതീക്ഷിക്കുക. അതുമുഖേന ദാമ്പത്യ ജീവിത സുഖവും വർദ്ധിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്ജ്.